ഒരിടവേളയ്ക്ക് ശേഷം മണിപ്പൂർ വീണ്ടും അശാന്തിയിലേക്ക്. നാളുകളായി തുടരുന്ന സംഘർഷങ്ങൾക്ക് പിന്നാലെ ശനിയാഴ്ച മുതൽ സംസ്ഥാനത്ത് വീണ്ടും കലാപത്തിന് തുടക്കമായി. ജിരിബാമിൽ നിന്നും തട്ടിക്കൊണ്ടുപോയ 6 മെയ്തേയ് വിഭാഗക്കാരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയതോടെയാണ് സംഘർഷം വീണ്ടും ആരംഭിച്ചത്. പ്രതിഷേധക്കാർ 2 മന്ത്രിമന്ദിരങ്ങൾക്ക് നേരെയാണ് ആക്രമണം അഴിച്ചുവിട്ടത്. മുഖ്യമന്ത്രി എൻ ബീരൻ സിംഗിന്റെ സ്വകാര്യ വസതിക്ക് നേരെയും കല്ലേറുണ്ടായതായാണ് റിപ്പോർട്ട്. സംഘർഷം ശക്തമായ സാഹചര്യത്തിൽ ഇംഫാൽ വെസ്റ്റ്, ഇംഫാൽ ഈസ്റ്റ്, വിഷ്ണുപൂർ, തൗബാൻ ജില്ലകളിൽ കർശന ജാഗ്രത ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇംഫാൽ താഴ്വരയിൽ വീണ്ടും കർഫ്യൂ ഏർപ്പെടുത്തി. ഇംഫാൽ വെസ്റ്റ്, ഇംഫാൽ ഈസ്റ്റ് ജില്ലകളിലാണ് കർഫ്യൂ ഏർപ്പെടുത്തിയത്. 7 ജില്ലകളിൽ ഇന്റർനെറ്റ് സേവനങ്ങൾക്കും വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. സംഘർഷങ്ങൾക്ക് പിന്നാലെ BJP നയിക്കുന്ന സർക്കാരിനുള്ള പിന്തുണ പിൻവലിച്ചതായി NPP അറിയിച്ചു. സംസ്ഥാനത്തെ ക്രമസമാധാന പാലനം നടപ്പാക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടെന്നാരോപിച്ചാണ് പിന്തുണ പിൻവലിച്ചത്. BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദയ്ക്ക് ഔദ്യോഗികമായി അയച്ച കത്തിലൂടെയാണ് കോൺഗ്രാസ് സംഗമ നയിക്കുന്ന NPP പിന്തുണ പിൻവലിക്കുകയാണെന്ന് പ്രഖ്യാപിച്ചത്. സംസ്ഥാനത്തെ അക്രമ സംഭവങ്ങൾ അവസാനിപ്പിച്ച് സമാധാന അന്തരീക്ഷം കൊണ്ടുവരുന്നതിൽ മുഖ്യമന്ത്രി എൻ ബീരൻ സിംഗും സർക്കാരും പരാജയപ്പെട്ടെന്ന് കത്തിൽ ആരോപിക്കുന്നു. കലാപത്തിനെ നിയന്ത്രിക്കാൻ അമിത്ഷാ ഡൽഹിയിൽ ഇന്നലെ ഉന്നതതല യോഗം ചേർന്നിരുന്നു. മുഖ്യമന്ത്രി ബീരൻ സിംഗിനെതിരെ പാർട്ടിക്കുള്ളിൽ തന്നെ നീക്കങ്ങൾ നടക്കുന്നതായാണ് സൂചന. സംസ്ഥാനത്ത് സമാധാനം പുനഃസ്ഥാപിക്കാൻ മുഖ്യമന്ത്രി പരാജയപ്പെട്ടതോടെ സർക്കാരിനോട് ശക്തമായ ജനവികാരമാണ് ആഞ്ഞടിക്കുന്നത്. മണിക്കൂറുകൾ കഴിയുന്തോറും പ്രതിഷേധം ശക്തമാകുന്നതിനാൽ ബീരൻ സിംഗിന്റെ മുഖ്യമന്ത്രി കസേര തെറിക്കുമോ എന്നാണ് അറിയേണ്ടത്. സംസ്ഥാനത്ത് സമാധാനം പുനഃസ്ഥാപനത്തിന് ജനങ്ങൾ തെരഞ്ഞെടുപ്പ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ രാജിക്ക് തയ്യാറാണെന്ന് കോൺഗ്രസ് MLA മാർ അറിയിച്ചു. സംസ്ഥാനത്തെ 5 കോൺഗ്രസ് MLA മാരാണ് രാജ്യസന്നദ്ധത അറിയിച്ചത്. സംസ്ഥാനത്ത് ആക്രമണം ശക്തമായ സാഹചര്യത്തിൽ അഫ്സ്പ നിയമം പിൻവലിക്കാൻ സംസ്ഥാന സർക്കാർ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടതായാണ് റിപ്പോർട്ട്. വ്യാഴാഴ്ച 6 പോലീസ് സ്റ്റേഷനുകളിൽ അഫ്സ്പ വീണ്ടും പ്രാബല്യത്തിൽ വന്നിരുന്നു. മെയ്തേയ് ആധിപത്യമുള്ള മേഖലയിലാണ് ഇതിൽ 5ഉം. അഫ്സ്പ വീണ്ടും പ്രഖ്യാപിച്ചതിന് പിന്നാലെ ജനങ്ങൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. ജനസമ്മർദ്ദവും പ്രതിപക്ഷ പാർട്ടികളുടെ വിമർശനവും ശക്തമായതോടെയാണ് നിയമം പിൻവലിക്കണമെന്ന സംസ്ഥാന സർക്കാരിന്റെ ആവശ്യം. ഇംഫാൽ താഴ്വരയിൽ റോഡുകൾ ഉപരോധിച്ചും ടയറുകൾ കത്തിച്ചുമായിരുന്നു സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ പ്രതിഷേധിച്ചത്. 7ഓളം MLA മാരുടെയും 2 മന്ത്രിമാരുടെയും വീടുകൾക്ക് നേരെയാണ് ആക്രമണമുണ്ടായത്. MLA ആയ രാജ്കുമാർ ഇമോസിംഗിന്റെ വസതിയുടെ ചില ഭാഗങ്ങൾ പ്രതിഷേധക്കാർ തകർത്തതായും റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രമടങ്ങിയ ബോർഡുകളും പ്രതിഷേധക്കാർ തകർത്തു. സംസ്ഥാനത്ത് ക്രമസമാധാനം പുനഃസ്ഥാപിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് കേന്ദ്രം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അക്രമകാരികൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും കേന്ദ്രം വ്യക്തമാക്കിയതായാണ് റിപ്പോർട്ട്. പ്രധാനപ്പെട്ട കേസുകൾ NIAക്ക് കൈമാറിയിട്ടുണ്ടെന്നും കേന്ദ്രം വ്യക്തമാക്കി. വ്യാജ പ്രചരണങ്ങളിൽ വിശ്വസിക്കരുതെന്നും സംസ്ഥാനത്തെ ക്രമസമാധാനം പുനഃസ്ഥാപിക്കാൻ ഒരുമിച്ച് നിൽക്കണമെന്നും കേന്ദ്രം സൂചിപ്പിച്ചതായും റിപ്പോർട്ടിൽ പറയുന്നു.